ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അനിത വിത്ത് യു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ കറി ചപ്പാത്തി, പാലപ്പം, വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷായി കഴിക്കുവാൻ വളരെ ടേസ്റ്റിയാണ്. ഈ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നതിനായി നമുക്കൊരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 2 തക്കാളിക്ക, 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതിന് ആദ്യമേ തന്നെ ഈ ഓരോ സാധനങ്ങളും നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. ഞാൻ സാധാരണയായി ഈ കറി ഉരുളക്കിഴങ്ങിൻ്റെ ചപ്പാത്തിയിലൂടെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. പലപ്പോഴും വളരെ ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ 3 അല്ലി ആഡ് ചെയ്യുന്നുണ്ട്. അത് എനിക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെളുത്തുള്ളി അതിലേക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു പാത്രം വെച്ച് ചൂടാക്കുക. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ 2-3 കറുവപ്പട്ട, 2 ഏലയ്ക്ക, 2-3 ഗ്രാമ്പു ഒന്ന് ചതച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഓയിലിലേക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെരുംജീരകം കൂടെ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റ് ആയിരിക്കും. ഈ എണ്ണ ഇതിൽ നിന്ന് മൂത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കറുവപ്പട്ട വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റാവുന്നതാണ്. പക്ഷെ ഞാൻ സാധാരണ അങ്ങനെ മാറ്റാറില്ല. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കറുവപ്പട്ട ഇതെല്ലാം റെഡിയായി കഴിയുമ്പോൾ കടുക് താളിക്കുന്നു, കറിവേപ്പില ഇടുന്നു, കൂട്ടത്തിൽ പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വൺസ് അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അപ്പം സാധാരണയായി ഇത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചു, സ്വല്പം ഉപ്പൂടിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക. ഒന്നൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഞാൻ തക്കാളിക്ക ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ്, അടച്ചു വെച്ചൊന്ന് വേവിച്ചതിന് ശേഷമാണ് പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് പിന്നെ ഇതിനെ ഒന്ന് വേവിച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് ഒന്നുകൂടെ നല്ലവണ്ണം തിളപ്പിച്ച് വേവിച്ചെടുക്കും. അതിനുശേഷം ഈ കറിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ അരച്ച് ചേർക്കാവുന്നതിനാണ്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ സാധാരണയായി എൻ്റെ ഇവിടെ മല്ലിയില ഉള്ളപ്പോൾ ഞാൻ മല്ലിയില ചേർക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ മല്ലിച്ചപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.